ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറുതെ സാവകാശമായിട്ട് ജീവിക്കുന്ന ഒരു ജനത്തോടല്ല, ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം അവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവജനത്തോടാണ് ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും, എൻ്റെ ദൈവം എന്നെ കൈവിടുന്നവനല്ല, എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയുന്നവനല്ല. കഴിഞ്ഞ നാളുകളൊന്ന് പിന്നോട്ട് നോക്കിക്കൊണ്ടെന്ന് പറയുമോ, ഞാൻ കൊള്ളരുതാത്തവനായി തീർന്നിട്ട് പോലും എൻ്റെ കൈവിടാത്തൊരു നല്ല കർത്താവ്. അവർ കടന്നുപോയി വാഗ്ദത്ത ദേശം അവകാശമാക്കുവാനായിട്ട് പോകുക. പക്ഷെങ്കിൽ അവരെ എതിരിടേണ്ട ശക്തി എന്ന് പറയുന്നത് അനാക്യമല്ലന്മാരാ. അനാക്യമല്ലന്മാരുടെ മുമ്പിൽ അവർക്ക് തങ്ങളെ തന്നെ വെട്ടുക്കിളികളാടി തോന്നി. അവരുടെ മുമ്പിൽ, അനാക്യമല്ലന്മാരുടെ മുമ്പിൽ ഇവർ ഏതുമില്ല. അപ്രകാരമുള്ളൊരു സൈന്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, അവർക്ക് ഈ ഇസ്രായേൽ മക്കൾക്ക് വെട്ടുകൊണ്ട് മരിക്കുവാനായിട്ട് സാധിക്കും. അവർ നശിച്ചു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഈ ശത്രുവിനോട് എതിർക്കുവാൻ തക്കവണ്ണം അവർക്ക് യാതൊരു കഴിവുമില്ല. പക്ഷെങ്കിൽ ദൈവം അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാൻ. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ നോക്കിയാൽ അവിടെ നിങ്ങളെ കാണുന്ന ഒരു വേർഡുണ്ട്, He is the one who protects. ശത്രുവിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഗംഭീരനായിരിക്കും ശത്രുവായ എന്റെ മുൻപിൽ നിൽക്കുന്നത്. സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം എനിക്ക് ഒന്നാമത്തെ വാഗ്ദത്തം തരിക, He is the one who protects me.